രാജകീയ പ്രൗഢിയിൽ രാജസ്ഥാനിലെ മണൽക്കൂനകളും കോട്ടകളും കണ്ടൊരു യാത്ര. അങ്ങനെയൊന്നും ഇഷ്ടപ്പെടാത്ത സഞ്ചാരികൾ ഉണ്ടാകുമോ? എങ്കിൽ ഒരിക്കലെങ്കിലും രാജസ്ഥാന്റെ സ്വകാര്യ അഹങ്കാരമായ പാലസ് ഓൺ വീൽസിൽ യാത്ര ചെയ്യണം. കൊട്ടാര സദൃശ്യമായ പ്രൗഢിയും സൗകര്യങ്ങളുമുള്ള ട്രെയിൻ നൽകുന്നത് വെറുമൊരു യാത്രയ്ക്കപ്പുറം ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കാവുന്ന അനുഭവം തന്നെയായിരിക്കും. രാജസ്ഥാൻ മണലാരണ്യങ്ങളിലൂടെ ചൂളമടിച്ച് ഈ രാജകീയ യാത്ര തുടങ്ങിയിട്ട് 43 വർഷങ്ങൾ പിന്നിടുന്നു. ഇന്ത്യയിലെ ആദ്യ വിനോദസഞ്ചാര ട്രെയിനാണ് പാലസ് ഓൺ വീൽസ്. രാജസ്ഥാനിലെ വിനോദസഞ്ചാര മേഖലയെ അഭിവൃദ്ധിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് രാജസ്ഥാൻ ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷനുമായി ചേർന്ന് 1982 ഇന്ത്യൻ റെയിൽവേ ഈ സംരംഭം ആരംഭിച്ചത്. രാജസ്ഥാന്റെ സാംസ്കാരിക പാരമ്പര്യം വിളിച്ചോതുന്ന രീതിയിൽ പഴയകാല രജപുത്ര കൊട്ടാരങ്ങളെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലാണ് ട്രെയിനിന്റെ ഉൾഭാഗത്തെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. രാജസ്ഥാനിലെ സഫർജംഗ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആരംഭിച്ച് 7 രാത്രികളും 8 പകലും നീണ്ടു നിൽക്കുന്ന സ്വപ്നയാത്രാ അനുഭവമാണ് പാലസ് ഓൺ വീൽസ് യാത്രക്കാർക്ക് നൽകുന്നത്. ജയ്പൂർ, സവായ് മധോപൂർ, ജിത്തോഖണ്ഡ്, ഉദയ്പൂർ, ജയ്സാൽമേർ, ജോധ്പൂർ, ഭരത്പൂർ, ആഗ്ര എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ച് ഒടുവിൽ ഡൽഹിയിൽ തന്നെ അവസാനിക്കുന്ന രീതിയിലാണ് ഈ ആഡംബര യാത്ര. ഇപ്പോഴിതാ കഴിഞ്ഞ 43 വർഷമായി പാലസ് ഓൺ വീൽസ് തുടർന്നിരുന്ന ഒരു പാരമ്പര്യം തിരുത്തപ്പെടുകയാണ്. സാധാരണയായി ഈ ആഡംബര ട്രെയിൻ സർവീസ് നടത്തിയിരുന്നത് സെപ്റ്റംബർ മുതൽ ഏപ്രിൽ വരെയായിരുന്നു. എന്നാൽ ഇതാദ്യമായി മെയ് മാസത്തിലും യാത്രക്കാർക്കായി ട്രാക്കിലിറങ്ങാൻ ഒരുങ്ങുകയാണ് പാലസ് ഓൺ വീൽസ്. രാജസ്ഥാനിലെ കഠിനമായ ചൂട് കണക്കിലെടുത്താണ് പാലസ് ഓൺ വീൽസിന്റെ സേവനം മെയ് മാസങ്ങളിൽ നിർത്തിവച്ചിരുന്നത്. എന്നാൽ ഇത്തവണ സഞ്ചാരികളുടെ ആവശ്യം പരിഗണിച്ചാണ് ഇത്തരമൊരു മാറ്റം. വർദ്ധിച്ചുവരുന്ന ബുക്കിംഗ് ആണ് ഇങ്ങനൊരു മാറ്റത്തിലേക്ക് എത്താൻ നോർത്ത് വെസ്റ്റേൺ റെയിൽവേ ഒരുങ്ങുന്നത്. ചൂടുകാലത്തും ആഡംബര യാത്രകൾ ആസ്വദിക്കുവാൻ തയ്യാറായ പുതിയ തലമുറയിലെ സഞ്ചാരികളെ ലക്ഷ്യമിട്ടുള്ള ഈ നീക്കം രാജസ്ഥാനിലെ ടൂറിസം മേഖലയ്ക്ക് വലിയ ഉണർവേകുമെന്നതിൽ സംശയമില്ല. രാജസ്ഥാനിൽ രാജാക്കന്മാരുടെ കാലത്ത് ഉപയോഗിച്ചിരുന്ന അതേ ക്യാരേജുകളാണ് ഈ ട്രെയിനിൽ ഇന്നും ഉപയോഗിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. തനിമ അതേപടി നിലനിർത്തുന്ന പാരമ്പര്യവും അതിനോട് ചേർന്ന് നിൽക്കുന്ന ആധുനിക സൗകര്യങ്ങളും ഈ ട്രെയിനിൽ ഒരുക്കിയിട്ടുണ്ട്. ഡീലക്സ് ക്യാബിനുകൾ, സൂപ്പർ ഡീലക്സ് ക്യാബിനുകൾ, പ്രസിഡൻഷ്യൽ സ്യൂട്ട് എന്നിങ്ങനെയുള്ള താമസ സൗകര്യങ്ങളാണ് പാലസ് ഓൺ വീൽസിൽ യാത്രക്കാർക്കായി ഒരുക്കിയിട്ടുള്ളത്. 39 ഡീലക്സ് ക്യാബിനുകളും 2 സൂപ്പർ ഡീലക്സ് ക്യാബിനുകളുമുള്ള ഇതിൽ 82 പേർക്കാണ് യാത്ര ചെയ്യാൻ സാധിക്കുന്നത്. മുഴുവനായി ശീതീകരിച്ച ട്രെയിനിൽ എല്ലാ സൗകര്യങ്ങളും ലഭ്യമാണ്. വൈഫൈ, മിനി പാൻട്രി, മ്യൂസിക് ചാനൽ കൂടാതെ ഓരോ സലൂണിനും ഓരോ അറ്റൻഡറിന്റെ സഹായവും ലഭ്യമാണ്. ഓരോ ക്യാരേജിനും രാജസ്ഥാനിലെ കൊട്ടാരങ്ങളുടെയും കോട്ടകളുടെയും പേരാണ് നൽകിയിരിക്കുന്നത്. ക്യാബിന്റെ ഉൾവശങ്ങളും രാജകീയ സൗകര്യങ്ങളാലും നിറങ്ങളാലും സജ്ജീകരിച്ചിരിക്കുന്നു. മഹാരാജ, മഹാറാണി എന്നിങ്ങനെ 2 ഡൈനിങ് കാറുകൾ, ബാർ ലൗഞ്ചസ്, സ്പാ കാർ തുടങ്ങിയ സൗകര്യങ്ങളും ഇതിലുണ്ട്. ബുധനാഴ്ച വൈകിട്ട് ഡൽഹിയിലെ സഫർജംഗ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 6:40 ഈ ആഡംബര യാത്ര ആരംഭിക്കുന്നത്. രണ്ടാമത്തെ ദിവസം പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന ജയ്പൂർ സന്ദർശിക്കും. സെന്റ് ആൽബർട്ട് മ്യൂസിയം, പിങ്ക് സിറ്റി പാലസ്, ജന്തർ മന്ദിർ എന്നിവിടങ്ങൾ സന്ദർശിക്കും. തുടർന്ന് ഹവാ മഹൽ, ആംബർ ഹിൽ ഫോർട്ട്, പാലസ് എന്നിവിടങ്ങളിലേക്കും സഞ്ചാരികളെ എത്തിക്കുന്നു. 3-ാം ദിവസം രൺഥം ഫോർ കടുവാ സങ്കേതം, ചിറ്റോഗഡ് ഫോർട്ട് പാലസ് എന്നിവിടങ്ങളിലും 4-ാം ദിവസം തടാകങ്ങളുടെ നഗരമായ ഉദയ്പൂർ നഗരവുമാണ് കാണുന്നത്. സിറ്റി പാലസ്, ലേക്ക് പാലസ് ഹോട്ടൽ എന്നിവയും 5-ാം ദിവസം ജയ്സാൽമീറും സന്ദർശിക്കും. ജയ്സാൽമീർ കോട്ട, ജെയിൻ ക്ഷേത്രങ്ങൾ, 6-ാം ദിവസം ജോധ്പൂർ, മെഹ്റാൻഖണ്ഡ് കോട്ട, 7-ാം ദിവസം ഭരത്പൂർ പക്ഷി സങ്കേതം, തുടർന്ന് ആഗ്ര, താജ്മഹൽ എന്നിവിടങ്ങളിലേക്കും സന്ദർശിച്ച് 8-ാം ദിവസം രാവിലെ 5:30 ഡൽഹിയിൽ എത്തിച്ചേരും. ഹൈ സീസണിൽ സിംഗിൾ ഒക്യുപ്പൻസിയിൽ ഡീലക്സ് ക്യാബിന് 5,98,290 രൂപയും നികുതിയും, ഡബിൾ ഒക്യുപ്പൻസിയിൽ 7,78,036 രൂപയും നികുതിയും, സൂപ്പർ ഡീലക്സിൽ ക്യാബിനുള്ളിൽ 10,76,922 രൂപയും നികുതിയുമാണ് ട്രെയിൻ ടിക്കറ്റ് നിരക്ക്.